ഇന്ന് സംസ്ഥാനത്തുടനീളം പ്രവേശനോത്സവങ്ങൾ നടക്കുമ്പോൾ ഒരു അതിജീവന പ്രവേശനോത്സവം നടക്കുകയാണ് മലപ്പുറത്തെ പാങ് ഗവൺമെന്റ് സ്കൂളിൽ. ആ സ്കൂളിലെ കുട്ടികൾക്കൊരു മാനസിക ഉല്ലാസം നൽകാൻ ഇന്ന് ആ വേദിയിലേക്ക് എത്തിയ വിശിഷ്ടാതിഥി ഗായകൻ അതുൽ നറുകരയാണ്. അതിനോട് നമുക്ക് സംസാരിക്കാം. ഇന്ന് ഈ സ്കൂളിലേക്ക് അങ്ങെത്താനുള്ള ഒരു കാരണം അതെന്താണ്? ഏട്ടൻ പറഞ്ഞ പോലെ തന്നെ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും പ്രവേശനോത്സവം നടക്കുന്ന സമയത്ത് വലിയൊരു അതിജീവനത്തിൻ്റെ ഉത്സവം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. കാരണം ഒരു വലിയൊരു ദുരന്തത്തിൻ്റെ ഭാഗമായിട്ട് ഒരു സ്കൂളിലെ കൂടുതൽ അധ്യാപകരൊക്കെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ആ നാടും ആ നാട്ടുകാരും ഒക്കെ പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായി ഒപ്പം നിൽക്കുമ്പോൾ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ നമ്മൾ വിളിക്കുമ്പോൾ നമ്മളും ഒപ്പം നിൽക്കേണ്ട ഉത്തരവാദിത്തം ഉണ്ടല്ലോ. അപ്പോൾ അവർ കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളൊക്കെ ഒന്ന് രണ്ട് പാട്ട് പാടാൻ വേണ്ടി അതിലും വരുമെന്ന് ചോദിച്ചപ്പോൾ പിന്നെ വേറെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാനും കൂടിയും വന്നു. അപ്പോൾ ഈ ദിവസം ഇവിടെ എത്തുക എന്നുള്ളത് ഒരു കലാകാരൻ്റെ ബാധ്യത കൂടിയാണെന്ന് അങ്ങ് മനസ്സിലായി. സത്യം, അത് വലിയൊരു ഉത്തരവാദിത്തമല്ലേ. സമൂഹത്തിൽ ഒരു കലാകാരനെ വളർത്തി വലുതാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവരൊരാവശ്യം കുട്ടികൾക്കും ഒരു നാടിനും ഒരു ഗ്രാമത്തിനൊക്കെ ഒരാവശ്യം വരുന്ന സമയത്ത് നമ്മളും പാടേണ്ടതും ഒരു വലിയൊരു കാര്യമല്ലേ. നമുക്ക് കാണാൻ കഴിഞ്ഞതേ സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ള ആളുകൾ ഈ സ്കൂളുമായി ഐക്യപ്പെട്ടു. കുട്ടികൾക്ക് ബാഗ് നൽകി, ഇവിടെ നിന്ന് നല്ല ഭക്ഷണം ഒരുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എന്താ തോന്നിയത്? അത് വല്ലാത്തൊരു സന്തോഷമാണ്. മലയാളികൾ എപ്പോഴും ഒരു പ്രതിസന്ധികളൊക്കെ അത്ര കണ്ട് അതിജീവിക്കാൻ പഠിച്ചവരാണല്ലോ. അപ്പോൾ അത്തരത്തിൽ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വന്ന സമയത്ത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ മനുഷ്യരും കൂടി ഒന്നിക്കുക എന്ന് പറയുന്നത് അതന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ തന്നെയാണല്ലോ. ഇത് തന്നെ വലിയൊരു മാതൃകയാണ് എല്ലാവർക്കും. അപ്പം എന്തായാലും ഇനിയിപ്പോൾ കുട്ടികൾക്ക് ഈ ദിവസം മനോഹരമാക്കാൻ അതുലിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു സംഗീത വിരുന്ന് കൂടിയുണ്ട്. അപ്പം പാങ് സ്കൂളിലെയും ഈ പ്രവേശനോത്സവം വളരെ മനോഹരമായി കഴിഞ്ഞു. കുട്ടികളൊക്കെ തങ്ങളുടെ പൂർവ്വകാല ഓർമ്മകളൊക്കെ മറന്നുകൊണ്ട് പുതിയൊരു അധ്യയന കാലത്തിലേക്ക് അവർ കടക്കുകയാണ്. അതിന് സഹായമായിട്ട് PTA പ്രവർത്തകരും അധ്യാപകരും ഒക്കെ ഈ നാടൊന്നടങ്കം അവർക്കൊപ്പമുണ്ട്. മുനീഫ് തിരൂരിനൊപ്പം നിഖിൽ പ്രമേഷ്, 24 മലപ്പുറം.